ഏലിയാവെന്ന ദൈവ മനുഷ്യനെ ദൈവം നടത്തിയ വിധം എന്താണെന്ന് നോക്കുക. കാക്ക അന്നു രാവിലെ അപ്പവും ഇറച്ചിയും, വൈകുന്നേരത്ത് അപ്പവും ഇറച്ചിയും കൊണ്ടുവന്ന് കൊടുക്കും. തോട്ടിൽ നിന്ന് അവൻ കുടിക്കും. ക്ഷാമം വന്നു, ദേശത്തെങ്ങും ക്ഷാമം വന്നു. പ്രവാചകന് ദൈവം ആഹാരത്തെ ഒരുക്കി. പ്രവാചകൻ ആഹാരം കൊണ്ടു കൊടുക്കാൻ ദൈവം ഒരുക്കിയത് എന്താണ്? ഒരു കാക്കയെയാണ്. കാക്ക എന്താണ് കൊണ്ടു കൊടുക്കുന്നത്? അപ്പവും ഇറച്ചിയും. അപ്പവും ഇറച്ചിയും കൊണ്ടുകൊടുത്ത് പ്രവാചകനെ ദൈവം പോഷിപ്പിക്കുകയാണ്. എന്നാൽ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ദൈവത്തിന് പ്രവാചകനെ ഒരു കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കണമെന്ന് തോന്നി. അതിനുവേണ്ടി കെരീത്ത് എന്ന തോട്ടിലെ വെള്ളത്തെ വറ്റിച്ചു. കാക്കയുടെ വരവിനെയും നിർത്തി. ദൈവം പ്രവാചകനോട് പറഞ്ഞു, സാറഫാത്തിലെ വിധവയോട് ഞാൻ കൽപ്പിച്ചിട്ടുണ്ട് നിന്നെ പോറ്റേണ്ടതിന്. വിധവയാണെന്ന് പറഞ്ഞ് എൻ്റെ ഭർത്താവ് മരിച്ചുപോയി എന്ന് പറഞ്ഞ് പോയി ആത്മഹത്യ ചെയ്തില്ല. മകനെ നോക്കുവാൻ വേണ്ടിയിട്ട് അവൾ ത്യാഗത്തോടുകൂടെ അധ്വാനിച്ചു തുടങ്ങി. ആ വിധവയ്ക്ക് ദൈവത്തോട് ഭക്തിയുള്ളത് കൊണ്ട് ദൈവം പ്രവാചകനെ സപ്പോർട്ട് ചെയ്യുവാൻ തക്കവണ്ണം ആ വിധവയെ ദൈവം കണ്ടു. ധാരാളം മനുഷ്യർ ചുറ്റുപാടുമുണ്ട്. പക്ഷെ ഈ പ്രവാചകനെ പോറ്റിപ്പുലർത്തുവാൻ ദൈവം കൽപ്പിച്ചത് വിധവയോടാണ്. ദൈവം കൽപ്പിച്ചു എന്ന് പറയുമ്പോൾ വിധവയോട് ദൈവം സംസാരിച്ചിട്ടില്ല. പക്ഷേ ആ സാഹചര്യത്തെ ദൈവം അങ്ങനെ ആക്കി വെച്ചിരിക്കുന്നു. ഈ വിധവ മുഖാന്തരം ഈ പ്രവാചകൻ പോറ്റപ്പെടുമെന്ന് ദൈവം നിശ്ചയിച്ചിരിക്കുകയാണ്.